കുഴപ്പമില്ലാതെ കരഞ്ഞു പറഞ്ഞു പോയി. അതേമാതിരി തിങ്കളാഴ്ച പോയി റിസൾട്ട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട, റിസൾട്ടിന് ഒരു കുഴപ്പമില്ല, 4 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റിന് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിനെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അന്ന് ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ 4 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഞാനിവിടെ വന്ന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോയി. പിന്നെ 2019 വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ പിന്നെ വിദേശത്തായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് യൂട്രസിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലീഡിങ് വന്ന് 3 മുഴകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉടമ്പടി എടുത്ത വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ആ ബ്ലീഡിങ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പൂർണ്ണമായും മാറിക്കിട്ടി. ഞാൻ വീണ്ടും മസ്കറ്റിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് അവിടെ പെരുന്നാളിൻ്റെ സമയത്ത് മൂക്കിൽ നിന്ന് പിന്നെ പഴുപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കണ മാതിരി ബ്ലഡ് വന്നുകൊണ്ടേയിരുന്നു. അതിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ വായിൽ നിന്നും വരാൻ തുടങ്ങി, ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഈ അന്യനാട്ടിൽ വന്ന് ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ടാകാതെ എൻ്റെ നാട്ടിലെത്തിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. 5:30 മണിക്ക് എந்திരിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം വരെ ഡ്യൂട്ടി ചെയ്തു. പിന്നെ എനിക്കൊരു പ്രോബ്ലം വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്ക് ആ പൂർണ്ണമായും അത് മാറ്റിത്തന്നു ഈശോയും മാതാവും. പിന്നെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് മൂക്കുന്നതിന് ബ്ലഡ് വരുന്ന രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അത് എന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ആമേ. രണ്ടാമത്തെ കാര്യം, എൻ്റെ യൂട്രസിൽ അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ യൂട്രസ് ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ മാതാവേ വീണ്ടും എനിക്ക് പരീക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു. 2ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഒരു കൈയിൻ്റെ അളവിൽ താഴോട്ട് ഇറങ്ങി. ബാത്റൂമിൽ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. നാട്ടിലാണെങ്കിൽ എനിക്ക് ഒത്തിരി കടമുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാനും ലോൺ എടുത്തതും പലിശയ്ക്ക് വാങ്ങിയ കടങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലേക്ക് എനിക്ക് വരാനും പറ്റൂല. മാതാവെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ 2 വർഷത്തെ വിസ തീർന്നവരെ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ച് ഉപ്പ്, മാതാവിൻ്റെ നേർച്ച വസ്തു ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ. അത് കഴിച്ചു. അന്ന് രാത്രി ഞാൻ 11:30 മണിക്ക് അച്ഛൻ്റെ ധ്യാനം കേട്ടു. അപ്പം അച്ഛൻ പറഞ്ഞു, യൂട്രസ് പുറത്തേക്ക് വന്നൊരു രോഗി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ യൂട്രസ് അച്ഛൻ സാക്ഷ്യത്തിൽ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്രസ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മേലോട്ട് കയറിപ്പോയി എന്ന്. അപ്പോൾ യൂട്രസിന് പ്രോബ്ലം ഉള്ളവരെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ രാവിലെ 5:30 മണിക്ക് ജോലിക്ക് പോകണം, അപ്പം എനിക്കൊരു കുഴപ്പമില്ലാതെ ഇത് ഉള്ളിലേക്ക് പോകണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. രാവിലെ ഞാൻ എണീച്ച് ബാത്റൂമിൽ പോയപ്പോൾ എനിക്കത് ഞാൻ പിന്നെ കണ്ടതേ ഇല്ല. രാത്രി ഒരു കൈയിൻ്റെ അളവിൽ പുറത്തേക്ക് വന്ന് ഇത് രാവിലെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മേലോട്ട് കയറിപ്പോയി. ഞാൻ മാതാവേ എനിക്ക് ഡിസംബർ 2024 ഡിസംബറിലാണ് എൻ്റെ വിസ തീരുന്നത്. മാതാവേ അതിൻ്റെ മുന്നേ എന്നെ നാട്ടിലെത്തിക്കണേ, എനിക്കവിടെ വന്ന് സാക്ഷ്യം പറയണം മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതം എന്ന് പറയാൻ പറ്റുള്ളൂ. സെപ്റ്റംബർ 28-ാം തീയതി അങ്ങനെ ആരും വിടൂല, വിസ തീരാതെ അവർ വിടൂല. അവർ 2 ലക്ഷം രൂപ കെട്ടാതെ, എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും ഞാൻ ചോദിച്ചിട്ട് അവർ വിട്ടിട്ടില്ല, കെട്ടാതെ വിടൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു. നാട്ടിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഇവിടെ വന്ന്, ഞാൻ അവിടെ ആയിരുന്നാലും ഇവിടെ വന്ന് പത്രം വാങ്ങി അവൻ അവിടെയൊക്കെ കൊണ്ടു കൊടുത്തു. സാലറി കിട്ടുമ്പോൾ പാവങ്ങളെ സഹായിച്ചു, എന്നെക്കൊണ്ട് കഴിയണമാരെയൊക്കെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 28-ാം തീയതി ആയപ്പോൾ ഞാൻ അവരെന്നോട് പറഞ്ഞു, ജലജ നാട്ടിലേക്ക് പൊക്കോ, എന്നിട്ട് 2 മാസം ലീവ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാതാവ്, ഞാൻ ഡിസംബറിൽ വരായിരുന്നു, മാതാവ് 2 മാസം മുന്നേ തന്നെ എന്നെ ഇവിടെ എത്തിച്ചു. ആ 2 മാസം ഞാനിവിടെ വന്നിട്ട് ആദ്യം വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. എൻ്റെ സ്കാനിങ്
എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാം. അപ്പോൾ ഡോക്ടറെ വെറുതെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് ഇത് അണുബാധ കയറിയിട്ടുണ്ട് പകുതി, അത് പുഴു വെച്ച് വരെ ഡോക്ടർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ അതിന് പ്രൈവറ്റിൽ പോയാൽ 50,000 രൂപ ചിലവാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മേഡം എൻ്റെ അടുത്ത് 50,000 രൂപയൊന്നും ഇല്ല, ഞാൻ ഗവൺമെൻറ്റിക്ക് തന്നാൽ മതി ചീട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഗവൺമെൻറ്റിക്ക് ചീട്ട് തന്നു. ഞാനവിടെ പോയി ഞാനവിടെ പോയി ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുവൊക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എന്തായാലും എൻ്റെ മാതാവ് ഈശോയെ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ പിന്നെ പറയാം. രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യം പിന്നെ പറയാം, പിന്നെ നിങ്ങൾ ആദ്യം പോയി സ്കാനിങ് ഒക്കെ എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിന് 1000 നന്ദി പറഞ്ഞു. ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു അപ്പം തന്നെ പെട്ടെന്ന് ചെയ്യണം, ഒരാഴ്ചയും കൊണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അണുബാധ കയറി പുഴു അരിക്കണ വരെ അവർ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് പോയത്. അപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് എടുത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പം തന്നെ ഒരു റിസൾട്ട് കൊടുത്തു. അതും കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങാൻ വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു, പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടില്ല, അച്ഛൻ വ്യാഴാഴ്ച ദിവസം ഇല്ല. തിരിച്ച് ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി, ആ റിസൾട്ടിൽ ഒരു കുഴപ്പമുണ്ടാകരുത് മാതാവേന്ന്. അത് 2 ആഴ്ച കഴിഞ്ഞ് ആ റിസൾട്ട് വാങ്ങാൻ പോയപ്പോൾ അതിലൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു തടിപ്പുണ്ട്, പിന്നെ ക്രിയാറ്റിൻ 11 പാടുള്ളൂ, എനിക്ക് 24 ഉണ്ട്, അതുകൊണ്ട് ഇത് ബയോപ്സിക്ക് അയച്ചിട്ട് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരെയും റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും രാത്രി കയറി രാവിലെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛനെ പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ മാതാവിനോട് ഈശോയോടും പറഞ്ഞു മാതാവ് ഈശോയെ അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റണം, എനിക്ക് മാരകമായ അസുഖങ്ങളൊന്നും തരരുത്, ഓപ്പറേഷൻ ചെയ്തതിൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞാലും വേണ്ടിയില്ല, എനിക്ക് വേറെ മാരകമായ അസുഖങ്ങളൊന്നും തരരുത്, എനിക്ക് ആരുമില്ല, മാതാവ് ഈശോയും മാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ ആരുമില്ല. കരഞ്ഞ് പറഞ്ഞു പോയി. അതേമാതിരി തിങ്കളാഴ്ച പോയി റിസൾട്ട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട, റിസൾട്ടിന് ഒരു കുഴപ്പമില്ല, 4 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റിന് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിനെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അന്ന് ഞാൻ സന്തോഷിച്ചത് ഞാനാണ് ഏറ്റവും വലിയ ലോകത്തിൽ എൻ്റെ മാതാവ് ഈശോയ്ക്കും വേണ്ടി ഞാൻ ജീവിക്കാൻ ഞാൻ സത്യം ചെയ്തു പോയി. ഇവിടുന്ന് ഞാൻ നിത്യത വരെ ഉടമ്പടിയോടെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചു പോയി. അതേമാതിരി എൻ്റെ മാതാവിയോട് എന്നെ സാക്ഷ്യം പറയാൻ നിർത്തി. പിന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാനൊരു വിസ ശരിയാക്കിയിരുന്നു, അവിടെ പാവാണ്. അപ്പോൾ അവർക്ക് മെഡിക്കൽ എല്ലാം ഓക്കെ ആയി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ മെഡിക്കൽ എടുത്തപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ അവരോട് പറഞ്ഞു 2 ലക്ഷം രൂപ കൊടുത്ത് നാട്ടിലേക്ക് പോകാം. അവർ അന്നന്ന് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അവർക്ക് പൈസ കെട്ടി പോകാമല്ലോ, ഞാനാണ് കൊണ്ടുവന്നത്, മാതാവേ ഈ 2ാമത്തെ മെഡിക്കൽ എടുക്കുമ്പോൾ അത് ഓക്കെ ആകണേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതേമാതിരി ഷുഗറായിരുന്നു, അവർ മെഡിക്കൽ വിസ അടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞതാണ്. ആ 2ാമത്തെ റിസൾട്ടിൽ വന്നപ്പോൾ അത് ഇതായി പോസിറ്റീവ്, ഒരു കുഴപ്പമില്ല, അവർക്ക് 2 വർഷത്തെ വിസ അടിച്ചു കൊടുത്തു. ഇത് ഈ മാതാവ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് മാതാവ് എനിക്ക് സാധിച്ചു തന്നതാണ്. അതിനും മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഈശോ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് കഷ്ടപ്പാട് വന്നാലും ഞാൻ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല, യഹോവയിൽ ആശ്രയിപ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മനുഷ്യന്മാരോട് കരഞ്ഞ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവിടുന്ന് ഈശോയെ വിളിച്ച് 2 വർഷം പട്ടിണി, ഒരു നേരം ഒരു ചപ്പാത്തിയൊക്കെ അവിടെ തരുള്ളൂ ഫുഡ്. അത്രയും ബുദ്ധിമുട്ടി അവിടെ നിന്നപ്പോഴും എൻ്റെ മാതാവ് എനിക്ക് ഒരു വിഷമവും തന്നിട്ടില്ല. 6 മാസം അവർ നോക്കിയിട്ട് നമുക്ക് എല്ലാം ചെയ്യുള്ളൂ. 6 മാസം മാതാവ് എന്നെ അവിടെ നിർത്തി. ഇപ്പം 2 വർഷമായിട്ട് ഇപ്പം എന്നോട് ഈ നവംബർ 30-ാം തീയതി ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആർക്കും ഒരു വിസ നീട്ടി കൊടുക്കില്ല. അപ്പം എന്നോട് പറഞ്ഞു ഇനി 3 മാസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി, ഞങ്ങൾ ടിക്കറ്റ് അത് ക്യാൻസലാക്കി വീണ്ടും എടുത്തു തരാമെന്ന് പറഞ്ഞു. ഇനി എൻ്റെ മാതാവിന് ഈശോയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ജലജ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ അതിഗുരുതരമായ രോഗാവസ്ഥകൾ, ക്ലേശങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. നാം കേട്ടതൊക്കെയും അത്ഭുതത്തോടെ നാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടിയിലും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ
ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നാം ഇങ്ങനെ പലവരു ചിന്തിച്ചിട്ടുണ്ട്. ആദ്യം ശക്തമായ ബ്ലീഡിങ് വരുന്ന രോഗാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. മുക്കിലൂടെ വരുന്ന ശക്തമായ ബ്ലീഡിങ്, അത് എങ്ങനെ ചികിത്സിക്കുമെന്നറിയാതെ കുഴങ്ങിയ നാളുകൾ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മാറിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന അതിഗുരുതരമായ ഒരു രോഗാവസ്ഥയും ജീവിത സാഹചര്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് വലിയ അപകടത്തിലേക്ക്, വലിയ ഓപ്പറേഷനിലേക്കും ഒരുപക്ഷെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്കുമൊക്കെ പോകാവുന്ന രീതിയിൽ ആ ഒരു രാത്രി നേരം വെളുപ്പിക്കുന്നതിനെ മകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ ശരണപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് അത് പൂർവ്വസ്ഥിതിയിലാവുകയും എല്ലാ ക്ലേശങ്ങളും മാറി ജോലിയിൽ തുടരുവാനുള്ള സാഹചര്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടിലെത്തിക്കഴിയുമ്പോഴുണ്ടായ പരിശോധനകളും അവിടെ ഒരിടത്ത് വേഗത്തിൽ ഓപ്പറേഷൻ വേണമെന്നും അടുത്തയിടത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ തൈലം പൂശിയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും ശരണപ്പെട്ട് നിലവിളിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് അത് നിസ്സാരമായി, ഗുരുതരമായി പറഞ്ഞിരുന്ന കാര്യങ്ങളെ നിസ്സാരമായി മകളെ പറഞ്ഞ് വിടുന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ രോഗാവസ്ഥയും അതികഠിനമായി വരികയും വളരെ നിസ്സാരമായി തീരുകയും ചെയ്യുന്ന ഒരു ലക്ഷണങ്ങളും സാഹചര്യങ്ങളുമാണ് സഹോദരി സാക്ഷ്യത്തിലുടനീളം പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഭാരങ്ങൾ തമ്പുരാൻ ഏറ്റെടുത്ത് ലഘൂകരിക്കുന്നു. ഉടമ്പടിയുടെ ഒരു പ്രധാന ഒരു തലം തന്നെയാണത്. എല്ലാ ഭാരങ്ങളെയും ലഘൂകരിക്കുന്നു. ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് നമ്മളതിനെ പറയുന്നുണ്ട്. അത് സമയം ചുരുക്കിക്കൊണ്ട്, രോഗത്തിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഇല്ലാതാക്കിക്കൊണ്ട്, കൂടുതൽ ആത്മശക്തിയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചു പോകുവാനുള്ള ഉൾക്കരുത്ത് കൊടുത്തുകൊണ്ട് ജീവിതത്തെ അമ്മ മാതാവിനോട് ചേർത്ത് നിർത്തുകയും വളർത്തുകയും ചെയ്യുന്നു. സഹോദരി അതാണ് സാക്ഷ്യപ്പെടുത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തൻ്റെ തന്നെ ജീവിതത്തെ ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെടുത്തി നിലനിർത്തുമ്പോൾ, എനിക്ക് ഒന്നറിയാം, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരുപ്പുള്ള ഏതൊരവസ്ഥയിലും എനിക്ക് കാവലും സംരക്ഷണവും സൗഖ്യം നേടിത്തരുന്നതിന് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ കൂപ്പുകരത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന്. ഈ എൽത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനം ഇത് മാത്രമാണ്. പരിശുദ്ധ കൃപാസന മാതാവ് ജീവിതത്തിൻ്റെ ഏത് വൈപരീത്യമുള്ള അവസ്ഥയിലും സംരക്ഷകയായി, സഹായികയായി, സൗഖ്യത്തിന് കാരണക്കാരിയായി, ജീവിതത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് കൂടെ വരികയും സഹവസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമെന്ന്. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.